ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഫെബ്രുവരി 5, വിശുദ്ധ അഗാത്തായുടെ തിരുനാൾ. സിസിലിയിൽ കത്താനിയായിലോ പലേർമോയിലോ ആണ് അഗാത്ത ജനിച്ചത് എന്ന് വിശ്വസിക്കുന്നു. സൗന്ദര്യവും സമ്പത്തും നിറഞ്ഞ് നിർമ്മലയുമായിരുന്ന അഗാത്തായെ ഡേസ്യൂസ് ചക്രവർത്തിയുടെ കീഴിൽ സിസിലി ഭരിച്ചിരുന്ന ഗവർണർ കിൻഡിലിയാനൂസ് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹത്തോടെ അഗാത്തായെ ക്രിസ്ത്യാനി എന്ന കുറ്റം ചുമത്തി ഒരു ദുഷ്ട സ്ത്രീയുടെ മേൽനോട്ടത്തിൽ അവളെ പാർപ്പിച്ചു. പാപകരമായ ബന്ധത്തിന് സമ്മതിക്കുകയാണെങ്കിൽ ജീവനും സ്വാതന്ത്ര്യവും നൽകാമെന്ന് അറിയിച്ചു. ക്രിസ്തുവാണ് എൻ്റെ ജീവിതവും രക്ഷയും എന്നായിരുന്നു അവളുടെ മറുപടി. ഇത് കേട്ട് ക്ഷുഭിതനായ ഗവർണർ അഗാത്തായുടെ സ്തനങ്ങൾ മുറിച്ചു കളഞ്ഞ് നഗ്നയായി ചരലിലിട്ട് ഉരുട്ടി. എന്നിട്ട് ജയിലിലടച്ചു. ഇതിൽ മനം നൊന്ത് അഗാത്ത കർത്താവിനോട് പ്രാർത്ഥിച്ചു. തൻ്റെ പീഡകൾ അവസാനിപ്പിക്കണമേ കർത്താവേ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അഗാത്ത ജയിലിൽ വച്ച് മരിച്ചു. കർത്താവിലുള്ള അഗാധമായ വിശ്വാസത്തെ പ്രതി മരിച്ച അഗാത്തയുടെ കുഴിമാടം തുറന്നപ്പോൾ ആ സൗന്ദര്യവതിയുടെ ത്വക്ക് മുഴുവനും ഇന്നും അഴിയാതിരിക്കുന്നതായി കണ്ടു. എറ്റ്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ ഇന്നും അഗാത്തായുടെ ശിരോവസ്ത്രമെടുത്ത് ജനങ്ങൾ ഘോഷയാത്ര നടത്താറുണ്ട്. ഇന്ന് അഗാത്ത പലേർമോയുടെയും കത്താനിയായുടെയും സ്വർഗീയ മധ്യസ്ഥയാണ്. തീയിൽ നിന്നുള്ള സംരക്ഷണത്തിനു വേണ്ടി വിശുദ്ധ അഗാത്ത ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.